ഇന്നത്തെ കൊൽക്കത്ത ലക്നൗ മത്സരം കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ഇന്ന് കൊൽക്കത്ത 20 ഓവറിൽ 235 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ ലക്നൌവിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കൊൽക്കത്ത ബൗളേഴ്സ് ലക്നൌവിനെ എറിഞ്ഞു വീഴ്ത്തി. മികച്ച വിജയമാണ് കൊൽക്കത്ത ഇന്ന് നേടിയിരിക്കുന്നത്. ഇന്ന് കളിച്ച് ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. ഇന്ന് കൊൽക്കത്ത കളിച്ച് ജയിച്ചപ്പോൾ അവർക്ക് 16 പോയിന്റ് ആയിരിക്കുകയാണ്. ഇതോടുകൂടി കൊൽക്കത്ത പ്ലേ ഓഫിലേക്ക് കയറിയിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ CSKയും ജയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് 12 പോയിന്റ് ഉണ്ട്. അവരെ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ലക്നൗ ഇന്ന് കളി തോറ്റത് അവർക്ക് പണിയായിരിക്കുകയാണ്. കാരണം അവർക്ക് 11 മാച്ചിൽ നിന്നാണ് 12 പോയിന്റ്. ഇനി ബാക്കിയുള്ള 3 മാച്ചിലെ 2 എണ്ണത്തിൽ ലക്നൗ ജയിക്കണം, ഇല്ലെങ്കിൽ അവരെ പുറത്തു പോകും. നിലവിൽ 2 ടീമുകൾ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്, കൊൽക്കത്ത, രാജസ്ഥാൻ. ഇനി 2 സ്ലോട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിലേക്ക് വേണ്ടി CSK, ലക്നൗ, SRH, ഡൽഹി ടീം ഇവരാണ് മത്സരിക്കുന്നത്. ഇതിൽ ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. ഈ 4 ടീമിനും 16 പോയിന്റ് നേടാൻ സാധിക്കും. അതുകൊണ്ട് മികച്ച വിജയങ്ങൾ ആര് നേടുന്നുവോ അവരായിരിക്കും പ്ലേ ഓഫിലെത്താൻ പോകുന്നത്. ഡൽഹിക്ക് മാത്രം 10 പോയിന്റേ ഉള്ളൂ. ബാക്കിയുള്ള CSK, SRH, ലക്നൗ ഈ ടീമിന് 12 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. 2 സ്ലോട്ട് ഓൾറെഡി ബുക്കായിരിക്കുകയാണ്. രാജസ്ഥാനും കൊൽക്കത്തയുമാണത്. അവരിനി പുറത്തു പോകില്ല, കാരണം അവർക്ക് 16 പോയിന്റായി. ഇനി കുറച്ച് സാധ്യതയുള്ളത് RCBക്കാണ്. അതിന് അവർ എല്ലാ മാച്ചും ജയിക്കേണ്ടിയിരിക്കുന്നു. 14 പോയിന്റുള്ളവർ ചില സീസണുകളിൽ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ RCBക്ക് കയറാൻ സാധിക്കും. മുംബൈ ഇന്ത്യൻസ് ഒഫീഷ്യലി പുറത്തായിരിക്കുകയാണ്. അതുപോലെ പഞ്ചാബ്, ഗുജറാത്ത് ഇവർക്കൊന്നും തന്നെ ഇനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. ഇനി ആകെ കൂടി 6 ടീമിന് മാത്രമേ പ്ലേ ഓഫിലേക്ക് വേണ്ടി മത്സരിക്കാൻ സാധിക്കുന്നത്. രാജസ്ഥാൻ ടേബിൾ ടോപ്പർ ആയതുകൊണ്ട് ഈസി ആയിട്ട് ഫൈനലിലേക്ക് എത്തും. പ്ലേ ഓഫിൽ 2 മാച്ച് രാജസ്ഥാന് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.